أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله نور السماوات والأرض مثل نوره كمشكاة فيها مصباح المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم صدق الله العظيم. സൂറത്തു നൂർ 35. അല്ലാഹു നൂറുസ്സമാവാത്തി വൽ അർളി, അല്ലാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും നൂർ പ്രകാശമാകുന്നു. മസലു നൂരിഹി, അവൻ്റെ പ്രകാശത്തിൻ്റെ ഉപമ കമിഷ്കാത്തിൻ, ഒരു വിളക്കുമാടം പോലെയാണ്. വിളക്ക് വെക്കുന്ന കൂട്, അതാണ് വിളക്കുമാടം. ഫീഹ, അതിലുണ്ട് മിസ്ബാഹുൻ, ഒരു വിളക്ക്. അൽ മിസ്ബാഹു, ആ വിളക്ക്, ഫീ സുജാജത്തിൻ, ഒരു സ്ഫടികക്കൂട്ടിലാണ്. സുജാജത്ത് സ്ഫടികം. അസുജാജത്തു, ആ സ്ഫടികം കഅന്നഹ കൗക്കബുൻ ദുർരിയുൻ, അത് ഉജ്ജ്വലമായ വെട്ടിത്തിളങ്ങുന്ന ഒരു നക്ഷത്രം പോലെയാണ്. യൂഖദു, അത് കത്തിക്കപ്പെടുന്നു. മിൻ ഷജറത്തിൻ മുബാറക്കത്തിൻ, മിൻ ഷജറത്തിൻ, ഒരു മരത്തിൽ നിന്ന്, മുബാറക്കത്തിൻ, അനുഗ്രഹീതമായ അല്ലെങ്കിൽ നന്മ നിറഞ്ഞ. സിയാദത്തുൽ ഖൈർ ആണല്ലോ മുബാറക്, ബർക്കത്ത് എന്ന് പറയുന്നത്. സൈത്തൂനത്തിൻ, ഒലീവ് ആയിട്ടുള്ള. അപ്പോൾ അനുഗ്രഹീതമായ ഒരു ഒലീവ് മരത്തിൽ നിന്ന്. ലാ ഷർഖിയ്യത്തിൻ വലാ ഗർബിയ്യത്തിൻ, ആ ഒലിവ്, ആ പ്രകാശം, അത് കിഴക്കനല്ല. വലാ ഗർബിയ്യ, പടിഞ്ഞാറനുമല്ല. യകാദു സൈത്തുഹാ യുളീഉ, അതിൻ്റെ എണ്ണ പ്രകാശിക്കുമാറാകുന്നു. വലൗലം തംസസ്ഹു നാർ, തീ അതിനെ തൊട്ടിട്ടില്ലെങ്കിലും. നൂറുൻ അല നൂർ, വെളിച്ചത്തിനുമേൽ വെളിച്ചം, പ്രകാശത്തിനുമേൽ പ്രകാശം. യഹ്ദില്ലാഹു, അല്ലാഹു വഴികാട്ടിക്കൊടുക്കുന്നു. ലിനൂരിഹി, അവൻ്റെ വെളിച്ചത്തിലേക്ക്. മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ. വയദ്രിബുല്ലാഹു അൽ അംസാല, അല്ലാഹു ഉദാഹരണങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു. ലിന്നാസി, ജനങ്ങൾക്ക്. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു എല്ലാറ്റിനെക്കുറിച്ചും അറിവുള്ളവനല്ലോ. പരിശുദ്ധ ഖുർആനിലെ വളരെ മനോഹരമായ ഒരു സൂക്തമാണ് സൂറത്തുൽ നൂറിലെ 35-ാമത്തെ ആയത്ത്. വ്യാഖ്യാനത്തിലും അതുകൊണ്ട് തന്നെ വൈവിധ്യങ്ങളുണ്ട്. വളരെ വലിയ സിംബോളിക്കായ വ്യാഖ്യാനങ്ങൾ നൽകിയ പണ്ഡിതന്മാരുണ്ട്. അല്ല, വളരെ സിമ്പിളായി ഇതിനെ വ്യാഖ്യാനിച്ചവരും ഉണ്ട്. നേരത്തെ കഴിഞ്ഞ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആൻ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയുമ്പോൾ ഇടയ്ക്ക് അടിസ്ഥാനങ്ങൾ വിവരിക്കും എന്നതുപോലെ ഇതുവരെ പറഞ്ഞ നിയമങ്ങളുടെയൊക്കെയും ഇനി പറയാൻ പോകുന്ന കപടവിശ്വാസികളെക്കുറിച്ചൊക്കെയുള്ള വർത്തമാനത്തിൻ്റെയും ഇടയിൽ അള്ളാഹു അവൻ്റെ പ്രകാശത്തെക്കുറിച്ച് പറയുകയാണ്. കാരണം ആ പ്രകാശത്തെ ഊതിക്കെടുത്താനായിരുന്നല്ലോ അപവാദ പ്രചരണ സംഭവത്തിലൂടെ
സത്യനിഷേധികളായ പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങളായ കപടന്മാർ ഉദ്ദേശിച്ചിരുന്നത്. അതങ്ങനെയൊന്നും കെട്ടുപോകുന്നതല്ല എന്ന് തെളിയിച്ചു കാട്ടാനാണ് ഇത് ഇവിടെ പറയുന്നത്. പ്രത്യക്ഷത്തിൽ അതിൻ്റെ വരികളിൽ നിന്ന് തന്നെ അതിൻ്റെ ഉദ്ദേശ്യവും വ്യാഖ്യാനവും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അല്ലാഹു നൂറുസ്സമാവാതി വൽ അർള്, അല്ലാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിന്, അസ്സമാവാത്തി വൽ അർള് എന്നുള്ളത് പ്രപഞ്ചത്തെക്കുറിച്ച്, ഖലഖസ്സമാവാത്തി വൽ അർള എന്നൊക്കെ പ്രപഞ്ചത്തെക്കുറിച്ച് മൊത്തത്തിൽ പ്രയോഗിക്കുന്നതാണ്. അല്ലാഹു വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ് വെളിച്ചത്തിൻ്റെ, പ്രകാശത്തിൻ്റെ അഥവാ സന്മാർഗത്തിൻ്റെ സ്രോതസ് എന്നാണ് ഉദ്ദേശ്യം. അപ്പോൾ അല്ലാഹുവിൽ നിന്നാണ് വെളിച്ചമെന്ന് പറയുന്നതിന് പകരം അല്ലാഹുവാണ് വെളിച്ചം എന്ന് പറയുന്നത്, അത് നമ്മൾ സാധാരണ മലയാളത്തിലും അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. പാലുകാരൻ വന്നു എന്നല്ല പറയുക, പാല് വന്നു എന്നാണ്. പത്രക്കാരൻ വന്നു, പത്രവും കൊണ്ട് ഒരാൾ വന്നു എന്നല്ല, പത്രം വന്നു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവനാണോ വന്നത്? പത്രക്കാരനാണ്, അവൻ്റെ കയ്യിലാണുള്ളത്, അവൻ വന്നാലേ പത്രം കിട്ടുകയുള്ളൂ എന്നതുപോലെ അല്ലാഹുവിൽ നിന്നാണ് പ്രകാശം കിട്ടുന്നത്. വേറെ ഉള്ളതൊക്കെ ഇരുട്ടാണ്, വേറെ ഉള്ളതൊക്കെ ലലാലത്താണ്. പ്രകാശം പോലെ തന്നെ അള്ളാഹുവിൻ്റെ തുടർന്നും അത് വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ പ്രകാശം ഈ ആയത്തിൽ തന്നെ മസലു നൂരിഹി, അവൻ്റെ പ്രകാശത്തിൻ്റെ ഉപമ. പിന്നെ യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ പ്രകാശത്തിലേക്ക് നയിക്കുന്നു. അത് അള്ളാഹു താല അവന് യഹ്ദി മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കുന്നു. ഇങ്ങനെയൊക്കെ യഹ്ദി ബിഹി ഇലൽ ഹഖ്, സത്യത്തിലേക്ക് അതുകൊണ്ട് നയിക്കുന്നു. ഇതൊക്കെ പറഞ്ഞതൊക്കെ സന്മാർഗത്തെക്കുറിച്ചാണ്. അതുപോലെ എതിരാളികൾ ഊതിക്കെടുത്താൻ നോക്കുന്നു എന്ന് പറഞ്ഞിടത്തും പ്രകാശം. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി, സൂറത്തു തൗബയിൽ, സൂറത്തു സഫിലും, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, അള്ളാഹു അവരുടെ വായകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശം ഊതിക്കെടുത്താൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞതൊക്കെ ദീനിനെ അല്ലെങ്കിൽ സത്യസന്ദേശത്തെയാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെയും അങ്ങനെ മനസ്സിലാക്കാനാണ് എളുപ്പം. മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹുൻ, അവൻ്റെ പ്രകാശത്തിൻ്റെ ഉപമ ഒരു വിളക്കുമാടത്തിലെ വിളക്ക്. കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹുൻ വൽ മിസ്ബാഹു ഫീ സുജാജത്തിൻ, ആ വിളക്ക് ഒരു പളുങ്കിനകത്താണ്. നമ്മൾ ഈ എണ്ണ നിറച്ച് വിളക്ക്, പഴയ തിരിയിട്ട വിളക്കിന് കെട്ടുപോകാതിരിക്കാൻ സ്ഫടികക്കൂട് വെക്കാറുണ്ട്. പഴയ കാലത്തെ ഉള്ളതാണ്, പാനീസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അത് ഉയരത്തിൽ വിളക്കുമാടത്തിൽ വെക്കും, ആർക്കും മറയാതിരിക്കാനും നല്ല വെളിച്ചം കിട്ടാനും. എന്നതുപോലെ വിളക്കുമാടത്തിലുള്ളൊരു വിളക്ക്, ആ വിളക്കിൻ്റെ കൂടിൻ്റെ പ്രത്യേകത എന്താണ്? അസുജാജത്തു കന്നഹ കൗക്കബൻ ദുര്രിയുൻ, അത് ഒരു നക്ഷത്രത്തെ പോലെ പ്രകാശിക്കുന്നതാണ്. അഥവാ അത് കരിയും പുകയൊക്കെ പിടിച്ച് കാണാറുണ്ട് സാധാരണ, പൊടി പിടിച്ചിട്ട് അതിൻ്റെ വെളിച്ചം പൂർണ്ണമായും ഇങ്ങോട്ട് വരികയില്ല. അങ്ങനെയൊന്നുമല്ലാത്ത വിളക്ക്, അതാണ് അള്ളാഹുവിൻ്റെ സത്യത്തിൻ്റെ ഉപമ. അഥവാ അത് മറയ്ക്കപ്പെടുകയില്ല, അത് തെരഞ്ഞു നടക്കേണ്ടി വരികയില്ല. വിളക്ക് എല്ലാവരും അന്വേഷിച്ചാൽ കാണുന്ന വിധം വിളക്കുകാലിൻ്റെ മുകളിൽ, വിളക്ക് കൂട്ടിൽ, നല്ല സ്ഫടികക്കൂട്ടിൽ, കാറ്റുകൊണ്ട് കെട്ടുപോകാതെ പൊടി പിടിച്ച് മങ്ങിപ്പോകാതെ ഒക്കെയുള്ള അവസ്ഥയാണ്. അതിൽ നിന്ന് വരുന്ന പ്രകാശത്തിൻ്റെ ഉപമയാണ്. ഇപ്പോൾ പഴയകാലത്ത് പറഞ്ഞ വർത്തമാനമാണ്, ഇപ്പോൾ നമുക്കത് വേഗം മനസ്സിലാകും. ഈ സ്റ്റേഡിയത്തിലൊക്കെ വലിയ സെർച്ച് ലൈറ്റ് കാലിൻ്റെ മുകളിൽ നല്ല തിളക്കമുള്ള, അങ്ങനെ രാത്രി ഫുട്ബോൾ കളി നടക്കുകയാണ്. എല്ലാ മുക്കുമൂലയും പകലെന്ന പോലെയോ അതിലേറെയോ ക്യാമറയ്ക്ക് വരെ ഒപ്പിയെടുക്കാൻ കഴിയുന്ന വിധം പ്രകാശപൂരിതമാണ്. ആ പ്രകാശത്തെ ആരെങ്കിലും ഒന്ന് മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലൊന്നും നടക്കില്ല. കളിക്കാരൻ്റെ മറവ് കൊണ്ട് പന്ത് കാണാതിരിക്കുന്ന അങ്ങനെയൊന്നും ഉണ്ടാകില്ല. 4 ഭാഗത്തുനിന്നും വെളിച്ചമാണെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ മറക്കപ്പെടാനോ തെളിമ മങ്ങാനോ ഒന്നും ഇടവരാത്ത വിധം കരുത്തുള്ളതാണ്
അള്ളാഹുവിൻ്റെ പ്രകാശമാകുന്ന അള്ളാഹുവിൻ്റെ ദീന് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കുന്നു. പിന്നെ അത് എവിടുന്നാണ് കാണുന്നത്? യൂഖദു മിൻ ഷജറത്തിൻ മുബാറക്കത്തിൻ സൈത്തൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യത്തിൻ യകാദു സൈത്തുഹാ യുളീഉ വലൗ ലം തംസസ്ഹു നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള ഉപമയാണത്. ആ വെളിച്ചത്തിൻ്റെ പ്രത്യേകത, ആ വിളക്കിൻ്റെ പ്രത്യേകത എന്താണ്? യൂഖദു മിൻ ഷജറത്തിൻ മുബാറക്കത്തിൻ, അത് കത്തിക്കപ്പെടുന്നത് സൈത്തൂനത്തിൻ, അനുഗ്രഹീതമായ ഒരു സൈത്തൂൻ മരത്തിൽ നിന്നാണ്. ലാ ഷർഖിയ്യത്തിൻ വലാ ഗർബിയ്യ, ആ മരം ഷജറത്ത് കിഴക്കനോ പടിഞ്ഞാറനോ അല്ല. അപ്പോൾ വിളക്ക് കത്തിക്കുന്ന പിന്നെ എണ്ണയെടുത്ത മരത്തിൻ്റെ ഉദാഹരണമാണ് പറഞ്ഞിരിക്കുന്നത്. യക്കാദു സൈത്തുഹാ യുളീഉ വലൗ ലം തംസസ്ഹു നാറുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് അനുഗ്രഹീതമായ സൈത്തൂൻ മരം. അതാ ദീനുൽ ഇസ്ലാം കാണുന്നത്, ലോകം കാണുന്നത്, അള്ളാഹുവിൻ്റെ പ്രകാശം കാണുന്നത് എവിടുന്നാണ്? അത് ഈ മരത്തിൽ നിന്നാണ്. ഈ മരം ഇത് ഇപ്പോൾ മൂസാ നബിക്ക് വഹി കൊടുത്തെടുത്തും മരത്തിൻ്റെ മുകളിൽ നിന്ന് കത്തിക്കപ്പെടുക എന്ന് പറയുന്നൊരാശയമുണ്ടല്ലോ. എന്നതുപോലെ അനുഗ്രഹീതമായൊരു മരം, അത് കിഴക്കൻ ഭാഗത്തായാൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വെളിച്ചം കിട്ടൂല. പടിഞ്ഞാറ് ഭാഗത്തായ കിഴക്ക് ഭാഗത്തേക്ക് വെളിച്ചം കുറയും. അങ്ങനെയല്ല, വസത്തിയാണ്. കുന്തും ഖൈറ വകദാലിക ജഅൽനാക്കും ഉമ്മത്തൻ വസത്തൻ, മധ്യമ സമൂഹം, ഭൂമിക്ക് നടുവിലുള്ള ഒരു സമൂഹത്തിൽ നിന്നുള്ളയാളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതാണ് അനുഗ്രഹീതമായ മരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. യക്കാദു സൈത്തുഹാ യുളീഉ വലൗ ലം തംസസ്ഹു നാർ. ഹിദായത്ത് കിട്ടിയില്ലെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ മാന്യനും സത്യസന്ധനും, പറഞ്ഞാൽ ആളുകൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നവനും, സ്വന്തം നിലയിൽ തന്നെ വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു. ഈ മരത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അതാണ്, ഹിദായത്ത് വരുന്നതിൻ്റെ മുമ്പും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രകാശം പരത്തുന്ന കുട്ടി, അല്ലെങ്കിൽ പ്രകാശം പരത്തുന്ന മനുഷ്യനായിരുന്നു. അറേബ്യ മക്ക ഗോത്ര യുദ്ധത്തിലേക്ക്, ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളപ്പെട്ടപ്പോൾ അതിൽ ഇടപെട്ട് രക്ഷപ്പെടുത്തുക വരെ ചെയ്യുന്നത് ഏതോ വഹീൻ്റെ, ഖുർആനിലൂടെ വഹീ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ. ഇങ്ങനെ സ്വന്തം നിലയിൽ തന്നെ പ്രകാശം പരത്തുന്ന റസൂലുള്ള, ആ റസൂലുള്ളയിൽ ഒരിക്കലും മങ്ങാത്ത അള്ളാഹുവിൻ്റെ പ്രകാശമാകുന്ന ഹിദായത്ത്. നൂറുൻ അലാ നൂർ, പ്രകാശത്തിന് മേൽ പ്രകാശം, റസൂലുള്ളയാകുന്ന പ്രകാശം, ആ റസൂലുള്ളാന്റെ മുകളിൽ ഹിദായത്താകുന്ന പ്രകാശം. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അള്ളാഹു അവൻ്റെ വെളിച്ചത്തിലേക്ക് അവൻ ഉദ്ദേശിക്കുന്നവരെ നയിക്കുന്നു. അഥവാ ആര് തടുത്താലും ഹിദായത്തിലാകേണ്ടവർ ഹിദായത്തിലാകുക തന്നെ ചെയ്യും. അവൻ അതാരോ മറച്ചു പിടിച്ചത് കൊണ്ടോ മറഞ്ഞു നിന്നതുകൊണ്ടോ ഒന്നും ഒരാൾക്ക് പ്രകാശം നിഷേധിക്കപ്പെടുകയില്ല എന്നർത്ഥം. വയദ്രിബുല്ലാഹു ലംസാല ലിന്നാസ്. ദറബ മസല എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയുക എന്നാണ് അർത്ഥം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, പലതവണ വന്നിട്ടുണ്ട്. അല്ലാഹു തആല ഉദാഹരണം ജനങ്ങൾക്ക് വേണ്ടി വിവരിച്ചു തരുന്നു. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. ഉദാഹരണം വിവരിച്ചു തരുന്നു എന്ന് പറഞ്ഞാൽ മുകളിൽ അതാ വമസലം മിനല്ലദീന ഖലൂ മിൻ ഖബലിക്കും, മുമ്പ് ഉള്ളവരുടെ ഉപമകളും അതുപോലെ സത്യം മനസ്സിലാക്കാനുള്ള ഉപമകളും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല വിവരിച്ചു തരുന്നു. എന്തുകൊണ്ടാണ് സത്യം മനസ്സിലാക്കാനുള്ള ഉപമകൾ അല്ലാഹ്ക്ക് പറയാൻ കഴിയുന്നത്? വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അള്ളാഹു മനുഷ്യരെ എങ്ങോട്ടാണ് നയിക്കേണ്ടത്, എന്താണ് അവരുടെ അവസ്ഥാന്തരങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ, അങ്ങനെ സകല കാര്യങ്ങളെക്കുറിച്ചും സകല കാര്യങ്ങളും സകല നേരത്തും അറിവുള്ളവനാണ് അല്ലാഹു തആല. അതുകൊണ്ട് തന്നെ അതിലൊരു ഭംഗം വരികയില്ല. അള്ളാഹു വിവരിച്ചു തരുന്നതിൽ അള്ളാഹുവിൻ്റെ ഏതോ വിവരക്കേട്, അത് ഒരു സ്ഥിരമായ വിവരക്കേടോ താൽക്കാലികമായി ഓർമ്മയില്ലായ്മയോ അങ്ങനെയൊന്നും ബാധിക്കുകയില്ല എന്നർത്ഥം. അങ്ങനെ ഒരു കേടുമില്ലാത്ത, ഒരിക്കലും തെളിമങ്ങാത്ത അള്ളാഹുവിൻ്റെ പ്രകാശം, അതിൻ്റെ മുമ്പ് തന്നെ പ്രകാശപൂർണമായ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ്റെ കയ്യിൽ,
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അതുകൊണ്ട് തന്നെ മുനാഫിക്കുകൾ അതിന് ആരോപണങ്ങൾ ഉന്നയിച്ച് കെടുത്താൻ നോക്കിയിട്ട് അത് കെടാൻ പോകുന്നില്ല. അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ അത് മറഞ്ഞു പോകുകയുമില്ല എന്ന് തെളിയിച്ചു കാട്ടാനാണ് ഇവിടെ ഇത് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം ശരിയായി പഠിക്കാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ശരിയായി മനസ്സിലാക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനളറാ. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.